ഇമാം ഇബ്നു മാജ അൽ ഖസ്വീനി റഹിമഹുള്ളയുടെ സുനൻ ഇബ്നു മാജ എന്നറിയപ്പെടുന്ന സിഹാഹു സിത്തയിൽപ്പെട്ട കിതാബാണ് സുനൻ ഇബ്നു മാജ. 6 സ്വഹീഹുകൾ എന്ന് വിളിക്കപ്പെടുന്ന കുത്തുബു സിത്ത അല്ലെങ്കിൽ സിഹാഹു സിത്ത. ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ. ഇതാണ് കുത്തുബു സിത്ത അല്ലെങ്കിൽ സിഹാഹു സിത്ത. അതിൽപ്പെട്ട ഗ്രന്ഥമാണ് സുനനു ഇബ്നു മാജ. ഇപ്പോൾ സിഹാഹു സിത്തയിൽ 6ാമത്തെ കിതാബായിട്ടാണ് പൊതുവെ സുനനു ഇബ്നു മാജ എണ്ണപ്പെടുന്നത്. 6ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ എന്നൊക്കെ ചില പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷ വ്യത്യാസങ്ങളുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായത്തിലും 6ാമത്തെ ഗ്രന്ഥം സ്ഥാനം കൊണ്ട് 6ാമത്തേതായിട്ടാണ് ഇബ്നു മാജയുടെ സുനന് എണ്ണപ്പെടുക. 273 അദ്ദേഹം വഫാത്താകുന്നത്. മാജ ഇതിൻ്റെ വാപ്പാൻ്റെ പേരാണ്. ഇബ്നു മാജ എന്നുള്ളത് വാപ്പാൻ്റെ ശരിയായ പേര് യസീദ് എന്നാണ്. വാപ്പാൻ്റെ പേര് യസീദാണ്. പക്ഷെ മാജ എന്ന പേര് വാപ്പ അറിയപ്പെട്ടു. അപ്പോൾ ആ വാപ്പയെ ചേർത്തിട്ടാണ് ഇബ്നു മാജ, മാജൻ്റെ മകൻ എന്ന പേരിലാണ്. മുഹമ്മദ് ബിൻ യസീദ് എന്നാണ് ശരിയായ പേര്. യസീദിൻ്റെ മകൻ മുഹമ്മദ്. പക്ഷേ മുഹമ്മദ് ബിൻ യസീദ് എന്നപ്പോൾ ആർക്കും അറിയില്ല. ഇബ്നു മാജ പറഞ്ഞാലേ അറിയുകയുള്ളൂ. ഒരുപാട് ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹദീസിന് ധാരാളം സേവനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ കിതാബുകളിൽ ഏറെ പ്രസിദ്ധമായതും ഏറ്റവും ഉന്നതവുമായ ഗ്രന്ഥമാണ് സുനനു ഇബ്നു മാജ എന്ന് പറയുന്നത്. ഇബ്നു മാജയുടെ സുനൻ 4000-ലധികം ഹദീസ് അദ്ദേഹം അതിൽ ക്രോഡീകരിച്ചു. ഭൂരിപക്ഷവും സഹിയാണ്. കുറച്ച് ദഈഫ് ഹദീസ് ഉണ്ട്. ചുരുക്കം ചില മഹ്ദൂഅ ഹദീസുകളും അതിൽ കയറി കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായ മനുഷ്യൻ്റെ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ. ഒരു തെറ്റുപറ്റാത്ത മനുഷ്യന്മാരൊന്നുമല്ല. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു മനുഷ്യൻ്റെ ഒരു ആയുഷ്കാലത്ത് ചെയ്തു വെക്കുമ്പോൾ അതുണ്ടാകുന്ന സ്വാഭാവികമായി വന്നു ചേരുന്ന ചില അബദ്ധങ്ങൾ ഉണ്ടാവാം. എന്നാലും മഹാഭൂരിപക്ഷം ഹദീസുകളും സ്വഹീഹോ ഹസനോ ആയ ഹദീസുകളാണ് അതിലധികവും വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പലതുമുണ്ടെങ്കിലും അതിൽ ഏറ്റവും മുഖ്യമായ ഗ്രന്ഥം സുനനു ഇബ്നു മാജ എന്ന ഗ്രന്ഥമാണ്. അപ്പോൾ അതിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. മറ്റു ചിലരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്.